ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ബോംബേറ് നടന്ന സംഭവത്തിൽ പരിശോധന നടത്തി പോലീസ്. ഇന്നലെ രാത്രിയായിരുന്നു ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് അജ്ഞാതർ ബോംബെറിഞ്ഞത്. സംഭവം വാർത്തയായതിനു പിന്നാലെ മാത്രമാണ് പോലീസ് പരിശോധനയ്ക്ക് പോലും തയ്യാറായത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ അറിയിച്ചെന്നും തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം അക്രമത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനാണ് തീരുമാനം. എന്നാലും ഈ പൊട്ടിത്തെറിച്ച സാധനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലില്ലെങ്കിലും പൊട്ടിത്തെറിച്ച സ്ഥലത്തിൻ്റെ പ്രധാനം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിനു സമീപമാണ് ബോംബേറ് നടന്നത്. പക്ഷേ തുടക്കത്തിൽ പോലീസ് ഒരു അലംഭാവം കാണിച്ചു. വാർത്തയായതിന് ശേഷം മാത്രമാണ് അവിടെ എത്തി ഒരു വിശദമായ പരിശോധനയ്ക്ക് പോലും തയ്യാറായത് എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ ബി.ജെ.പി. പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? 45 ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ശോഭാ സുരേന്ദ്രന്റെ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എറിഞ്ഞ സ്ഫോടക വസ്തു ശോഭാ സുരേന്ദ്രന്റെ വീടിന് തൊട്ട് മുന്നിലുള്ള മറ്റൊരു വീടിന് മുന്നിൽ കിടന്നാണ് ഇത് പൊട്ടിത്തെറിച്ചത്. എന്തായാലും ഇതിനുശേഷം പോലീസ് അടക്കം വലിയൊരു പോലീസ് സംഘ സ്ഥലത്തെത്തുകയും ACPയുടെ നേതൃത്വത്തിൽ സംഘമെത്തി പരിശോധന നടത്തുകയും ചെയ്തതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. 10:45 സംഭവത്തിന് ശേഷം ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പോലീസ് അതായത് ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോവിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘമെത്തി പരിശോധന പോലും നടത്തുന്നത്. അതായത് ഭീകരാക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു അക്രമം നടത്തുമ്പോൾ അല്ലെ ഒരു സംസ്ഥാന നേതാവിന്റെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവിന്റെ വീടിന് നേരെ ഇത്തരം ഒരു അക്രമം ഉണ്ടാകുമ്പോൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമായതിനാൽ തന്നെ പോലീസ് അത്രയും ഗൗരവത്തിൽ ഇതെടുത്തില്ല. ആദ്യഘട്ടങ്ങളിലെല്ലാം വലിയ അലംഭാവമാണ് പോലീസ് സേന കാണിച്ചത്. എന്തായാലും അതിനുശേഷം ജില്ലാ പോലീസ് മേധാവി എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ഉന്നതതല സംഘത്തെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ വിന്യസിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്തായാലും അതിനുശേഷം 11 മണിക്ക് ശേഷം ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനവും ഇവിടെ നടത്തിയിരുന്നു. അതായത് പോലീസ് ഇരകൾക്കൊപ്പമല്ല, അതായത് ഈ അക്രമം നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ബി.ജെ.പി. വലിയൊരു മാർച്ചും ഒക്കെ നടത്തിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 10:45 ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ അക്രമം ഉണ്ടായത്. എന്തായാലും ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം ഒരു പരിശോധന ഇവിടെ നടത്തിയിട്ടുണ്ട്. അതായത് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അധികം വലിയ ഗുരുതര വിഷയമുണ്ടാക്കുന്ന സ്ഫോടക വസ്തുവല്ല പൊട്ടിയിരിക്കുന്നത്, എന്നാൽ ഇത് ഉപയോഗിച്ച സ്ഥലം, ഇത് എറിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് പ്രധാനം. അതായത് ഒരു സംസ്ഥാന നേതാവിന്റെ വീടിന് നേരെ ഉപയോഗിച്ചത് വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.